പുഷ്പേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്ന? ഞാൻ ഈ തീർത്ഥാടന യാത്രയ്ക്ക് പോകുമ്പോഴേ നീ ഒറ്റയ്ക്ക് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിക്കോളൂല്ലോ അല്ലേ? എന്താ ഒരു പുതിയൊരു ഇത്? സാധാരണ ഞാൻ തന്നെയല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതെ, എന്നാലും ഞാനൊരു സപ്പോർട്ടിനുണ്ടല്ലോ. അതില്ലാത്ത വേണ്ടി ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയായിരുന്നു. അവിടെ പോയി കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ 2 വീട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രത്യേക പൂജകളൊക്കെ കാണും. എന്റെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രത്യേക പൂജ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനൊന്നും പറയണ്ട. എനിക്ക് 2 വീട്ടുകാരും ഒരുപോലെയാണ്. ഞാൻ 2 വീട്ടുകാർക്ക് വേണ്ടി വഴിപാട് കഴിക്കും. നിങ്ങൾ എന്റെ വീട്ടുകാരെ അത്ര കണ്ട് അങ്ങ് സ്നേഹിക്കണ്ട. നീ എന്ത് വേണേ ചെയ്തോ, ഞാൻ അവരെ സ്നേഹിക്കും. കാര്യം എന്റെ പിള്ളേരുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെയാ. അല്ല, ഒരു സംശയം. എന്ത് സംശയം? അല്ല, സഞ്ജു PSC ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ സഞ്ജു അല്ലേ തീർത്ഥാടന യാത്രക്ക് പോകേണ്ടത്? നിങ്ങൾ എന്തിനാ പോന്നെ? കറക്റ്റ്, ഇതേ സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംശയം എനിക്ക് യോഗേഷ് ഗുരുജിയോട് ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ചോദിച്ചില്ല. അദ്ദേഹം നിർബന്ധപൂർവ്വം പറഞ്ഞു ഞാൻ തന്നെ പോണോ. നിങ്ങൾക്കല്ലേ ചോദിക്കാൻ സംശയം? ഞാൻ ചോദിച്ചോളാം. ഫോൺ വിളിച്ചാ? അങ്ങനൊന്നും കയറി അങ്ങനെ ചോദിക്കല്ലേ. അങ്ങനെ വലിയ ആളാ, അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതേ. അതല്ലല്ലോ. എന്തുവാടി? എന്തോ തട്ടിപ്പുണ്ടല്ലോ. ദൈവത്തിനോട് തട്ടിപ്പ് ഞാൻ കാണിക്കത്തില്ല. ഞാനിത് കണ്ടുപിടിക്കും മോനെ. ഉള്ളായിപ്പാണ്. നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഇത് നല്ല പോലെ ഉണങ്ങിന്ന് പറഞ്ഞതാ. നീ കുറച്ച് ദിവസത്തേക്ക് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാം ഉണക്കിയും പൊടിച്ചും ഒക്കെ വയ്ക്ക്. യോഗേഷ് ഗുരുജി, അവന് ജോലി കിട്ടിയാൽ മതിയായിരുന്നല്ലേ? ഞാൻ പോയിട്ടായാലും ഇത്ര കാശ് ചിലവുള്ള കാര്യമാണ്. അവന് ജോലി കിട്ടിയാൽ നമ്മുടെ കാര്യം പിന്നെ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞ നീ ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി അമ്പലത്തിലൊക്കെ തൊഴാനും പിടിക്കാനും ഒക്കെ എനിക്ക് മടിയാ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ, അങ്ങനെ ആയിപ്പോയില്ലേ. എന്തായാലും ദൈവത്തെ അഭയം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളല്ലോ. സോറി വെള്ളമുണ്ട്. ഇതെന്തോ നാടി ഇത്? പച്ച, മഞ്ഞ, നീല, മൊത്തം ഇടിവിട്ട കളറ്. അച്ഛമ്മയ്ക്ക് നമ്മളെക്കാളും ഭയങ്കര സ്റ്റൈലാടാ. എടാ, ഞാൻ ആലോചിക്കുന്നതേ അച്ചാച്ചന്റെ ഒരു മുണ്ട് പോലും ഇതിനകത്തില്ല. അച്ഛമ്മയ്ക്ക് അച്ചാച്ചന്റെ അടുത്ത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം?